എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ബിലാന്തൻ തൃശ്ശൂർ. അപ്പോൾ ഞാൻ ചെന്നൈ വരെ എനിക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. 2-2.5 ദിവസത്തെ യാത്ര. ഇപ്പം ഞാൻ കുളിച്ചിട്ട് പോലും ഇല്ല, ഞാൻ വന്നിട്ടുള്ളൂ. അർജൻറ്റായിട്ടൊരു വീഡിയോ ചെയ്യണം. കാരണം ഞാൻ വീട്ടിലെ ജോലികളൊക്കെ ഇറങ്ങിയ പിന്നെ ഒരു വീഡിയോ ഇന്നും വീഡിയോ ഇടാൻ എനിക്ക് സാധിക്കില്ല. അതായത് 2-2 ദിവസത്തെ പണി ഇവിടെ കിടക്കുകയാണ്. ഇവിടെ വേറെ ആരുമില്ല, അമ്മയാണ്. അമ്മ ഒന്നും ചെയ്യില്ല. അമ്മേനെ കുറിച്ച് പറയാൻ തന്നെയാണ് ഞാൻ വന്നിട്ടുള്ളത്. അങ്ങനെ ഇനിയിപ്പോൾ കുറിയില്ലല്ലോ, ആഭരണമില്ലല്ലോ എന്നൊന്നും ചോദിക്കണ്ട. ഞാൻ അതേ ട്രെയിൻ ഇറങ്ങി വീട്ടിൽ വന്ന് ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ അമ്മയെക്കുറിച്ച് പറയാൻ തന്നെയാണ് ഞാൻ വന്നത്. അമ്മ ഇങ്ങനെയായി, ഞാൻ എന്ത് ചെയ്യും? എനിക്കൊരു സ്ഥലത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയാണ്. എവിടെയെങ്കിലും കൊണ്ടാക്കി അമ്മ അവിടെ നിൽക്കില്ല. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ചെന്നൈയിലേക്ക് പോകണം. എനിക്ക് അല്പം പൈസ കിട്ടേണ്ട കാര്യമാണ്. അപ്പോൾ എനിക്ക് അങ്ങോട്ട് പോകേണ്ട വന്നു. അപ്പോൾ ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ പോയി. അപ്പോൾ എൻ്റെ അഞ്ചേരിയിൽ ഒരു അനിയത്തി ഉണ്ട്, അവളോട് പറഞ്ഞു അമ്മ ഞാൻ അങ്ങനെ പോവുകയാണ്, അമ്മേനെ കുഞ്ഞിനെയും അമ്മയ്ക്ക് കുഞ്ഞിക്കുള്ള ഭക്ഷണം നീ ഇവിടെ കൊടുത്താൽ മതി എന്ന് പറഞ്ഞു. പക്ഷെ അവർക്ക് വരാൻ സൗകര്യപ്പെടില്ല 2-3 ദിവസം. അപ്പോൾ അവരമ്മയെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞ് അങ്ങനെ കുഞ്ചീനെ അമ്മേനെ അവർ കൊണ്ടുപോയി. അമ്മേനെ അവർ കൊണ്ടുപോയി. ഞാനും ഇവിടുന്ന് യാത്രയായി. പക്ഷെ അവർ കൊണ്ടുപോയിട്ട് ആദ്യത്തെ ദിവസം അവർ രണ്ടാളും ജോലിക്ക് പോണവരാണ്. അപ്പോൾ അവർ പണിക്ക് പോകുമ്പോൾ അമ്മേനെ പുറത്തുനിന്ന് പാല് കുറ്റിയിട്ടു. കാരണം അമ്മ ഇങ്ങോട്ട് പോകുമോ എന്നതിലുള്ളത് കൊണ്ട്. അങ്ങനെ 2-ാം ദിവസം അവർ അമ്മയോട് ചോദിച്ചു, അമ്മയെ പാല് ഇറക്കിയിട്ട് വേണ്ട മോനെ, ഞാൻ എവിടേക്കും പോയില്ല, ഞാൻ ഇവിടെ ഇരുന്നോളാം എന്നൊക്കെ പറഞ്ഞു. അമ്മയ്ക്ക് കഴിക്കാനെല്ലാം ഒരുക്കി വെച്ചു, കുഞ്ചിക്കുള്ളത് ഒരുക്കി വെച്ച് അവർ ജോലിക്ക് പോയി. ഒരു 10-11 മണിയായപ്പോൾ അമ്മ അവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മളിടുന്ന എൻ്റെ അമ്മേനെ നിനക്കറിയാമല്ലോ, ഇവിടെ നമ്മൾ വീട്ടിൽ ചെയ്യുമ്പോൾ ഒരു ജാക്കറ്റും ഒരു മുണ്ടും കൊടുത്തുണ്ടാവും. ആ വേഷത്തിൽ അമ്മ അവിടെ നിന്ന് ഇറങ്ങി. എന്ത് ചെയ്യാനാണ് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അവിടെ നിന്ന് അമ്മ ഇറങ്ങിയിട്ട് അമ്മ തൃശ്ശൂർക്ക് നടക്കുകയാണ്. ഈ അഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർക്ക് നടക്കുകയാണ്. അങ്ങനെ സിവില് അങ്ങനെ തൃശ്ശൂർ വന്ന് മെഡിക്കൽ കോളേജ് ഭാഗത്ത് അവിടെ എന്താ പറയുക, ടൗണിലേക്ക് കയറാറായി. അവിടെ വെച്ചപ്പോൾ എൻ്റെ മൂത്ത പെങ്ങളുടെ മകൾ എന്തിനോ പോവുകയാണ്. അങ്ങനെ അവൾ ബസ്സിൽ വെച്ച് കണ്ടു അമ്മ നടന്നു പോണത്. അതായത് അവളുടെ അമ്മാമ്മ നടന്നു പോണത് കണ്ടു. സിവിലിൻ്റെ അവിടെ നടന്നു പോണത് കണ്ടപ്പോൾ അവൾ ഇറങ്ങണം എന്ന് പറഞ്ഞപ്പോൾ അവർ ഏത് സ്റ്റോപ്പിൽ കൊണ്ട് ഇറക്കി. അവിടെ നിന്ന് അവൾ ഓട്ടോറിക്ഷ വിളിച്ച് അവിടെ അമ്മാവൻ പോണ വഴിക്ക് പോയി അമ്മാവനൊക്കെ പിടിച്ചു. അമ്മാവനെ അങ്ങനെ വീണ്ടും ചേച്ചിയുടെ കൊണ്ടാക്കി. ഇത്രയും വഴി നടന്ന എൻ്റെ അമ്മ എൻ്റെ വീട്ടിലേക്ക് വരണമെങ്കിൽ എന്നാലോചിച്ച് നോക്കി. അപ്പം അമ്മയ്ക്ക് എന്ത് ബോധക്കുറവാണ് എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. എന്താ ഞാൻ അവരോട് പറയുക? എൻ്റെ അമ്മയ്ക്ക് എന്താ രോഗം, എന്താ അവസ്ഥ എനിക്കറിയുന്നില്ല. ഞാൻ പറയുമ്പോൾ ആൾക്കാർ പറയും നിങ്ങളുടെ അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, ബോധമുണ്ട് വിവരമുണ്ടെന്ന് പറയുന്നു. അന്ന് എൻ്റെ അമ്മ ഇതൊക്കെയാണ് കാണിക്കുന്നത്. മനസ്സിലായോ? അപ്പോഴേക്കും ഫോൺ വന്ന് ഓള് വന്ന് എനിക്ക് ഇരിക്കണോടത്തും സമാധാനമില്ല, നിൽക്കണോടത്തും സമാധാനമില്ല. അങ്ങനെ ഓടിക്കത്തിച്ച് ഞാൻ വന്നു. അമ്മേനെ എത്രയും പെട്ടെന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. അങ്ങനെ അമ്മേനെയും കുഞ്ചിനെയും ഇവിടെ കൊണ്ടുവന്നാക്കി. ഇപ്പോൾ ഒരു സ്വസ്ഥത കിട്ടി, എനിക്ക് ശാന്തിയായി. ഇനി എങ്ങോട്ടും യാത്രയില്ല. കാരണം പോയി വരുന്ന യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അമ്മേനെ വിട്ടാൽ അവർക്കും ശല്യം, അവർ നോക്കിയിരിക്കണ്ടേ, അവർക്ക് ജോലിക്ക് പോയാലേ ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പം അമ്മ ഈ അവസ്ഥയാണ്. അമ്മയ്ക്ക് എന്താ ഏതാ എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. എന്താണ് അമ്മയുടെ അവസ്ഥ എന്ന് ചോദിച്ചാൽ എനിക്കറിയുന്നില്ല. അമ്മ ഇങ്ങനെയാണ് കാട്ടണതും ചെയ്യണതും. ഒന്ന് മറ്റുള്ളവർക്കൊക്കെ മറ്റുള്ളവർക്കും പറയണത് എന്താ വെച്ചാൽ ഇതെന്താണ് രോഗം? നിങ്ങളുടെ അമ്മ അഞ്ചേരിയിൽ നിന്ന് തൃശ്ശൂർക്കുള്ള വഴി അറിയാമെങ്കിൽ നിങ്ങൾക്ക് അമ്മയ്ക്ക് എന്താ രോഗം എന്നാണ് ചോദിക്കണം. എന്ത് മറുപടി പറയാനാണ്? എന്നാൽ ഞാൻ പോകുമ്പോൾ
ചോറും കറിക്കും വെച്ച ആ പാത്രങ്ങളും കഴിച്ച പാത്രങ്ങളും ഒക്കെ അവിടെ കിടക്കുക, ഒക്കെ അവിടെ കിടക്കുന്നുണ്ട്. ഒക്കെ ഇനി കഴുകി വൃത്തിയാക്കി ഇവിടെ ശുദ്ധി ചെയ്താലേ എൻ്റെ മനസ്സിൽ ശാന്തി കിട്ടുള്ളൂ. അമ്മ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരുമ്പാനുള്ള സോപ്പ്, കുളിക്കാനുള്ള സോപ്പ്, അലക്കാനുള്ള സോപ്പ് ഇതൊക്കെ വാങ്ങിച്ച് അവിടെ വെച്ചിട്ടുണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശുണ്ടാകുമ്പോൾ മേടിച്ച് വയ്ക്കും. പിന്നെ നമുക്കത് അറിയണ്ടല്ലോ. ഞാൻ വരുമ്പോൾ ഫ്രിഡ്ജ് തുറന്നപ്പോൾ ആ സോപ്പൊക്കെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചിരിക്കുക. എന്തിനാണത് എനിക്കറിയണില്ല. എൻ്റെ അമ്മ എന്താ അത് ഉദ്ദേശിക്കണതെന്ന് എനിക്കറിയണില്ല. നമുക്കൊന്നും ചെയ്യാനില്ല മക്കളിതിൽ. നമ്മളിതിൽ ഒരു കൊച്ചുകുട്ടീനെ നോക്കണ പോലെ നോക്കുക, എത്ര മാത്രമേ ഉള്ളൂ. അതിന് മനസ്സിലുള്ളവർ നോക്കല്ലാത്തവരെന്ത് ചെയ്യും? അവരെ ഉപദ്രവിക്കും, ദേഹോപദ്രവം ചെയ്യും, അടിക്കും, ചീത്ത പറയും, വഴിയോരങ്ങൾ കൊണ്ട് കളയും, അല്ലേ? പക്ഷെ എനിക്കത് സാധിക്കില്ല. എനിക്ക് സ്നേഹിക്കാൻ മാത്രമേ അറിയുള്ളൂ. അമ്മ എന്നല്ല, എല്ലാവരെയും. എനിക്ക് വയസ്സായവരെ നോക്കുന്ന പരിചരിക്കുന്നത് ഇഷ്ടമാണ്. അന്ന് എൻ്റെ അമ്മയോട് ഞാൻ എൻ്റെ തല്ലൂടും വഴുക്കൂടും പലതും പറയും. വേറെ വിഷയം. ആരങ്ങനെ പറയാത്തവർ? തെറ്റ് കണ്ട പറയാത്തവരുണ്ടാ? എൻ്റെ അമ്മയോട് ഞാൻ വഴുക്ക് നന്നായി കൂടും. അമ്മ എന്നെയും പറയും, ഞാൻ അമ്മേനും പറയും. എന്നാൽ വീഡിയോയിൽ വരുമ്പോൾ എല്ലാവരും മാന്യമായി പെരുമാറുന്നവരുണ്ട്. പക്ഷെ ഞാൻ തുറന്നൊരു പുസ്തകമാണ്. നിങ്ങളെപ്പോഴും കയറി വരുമ്പോൾ ഇപ്പോൾ അമ്മയും ഞാനും കൂടി കലഹിക്കുന്ന സമയമായിരിക്കും. അത് വേറെ കാര്യം. പക്ഷെ ഒരിക്കലും എൻ്റെ അമ്മേനെ ഉപേക്ഷിക്കാൻ ഞാൻ തയ്യാറല്ല. വഴിയോരങ്ങളിൽ കൊണ്ടു കളയാൻ തയ്യാറല്ല. എൻ്റെ അമ്മേനെ ദേഹോപദ്രവം ചെയ്യാൻ ഞാൻ തയ്യാറല്ല. മനസ്സിലാവുന്നുണ്ടോ? പക്ഷെ എൻ്റെ അമ്മ ഉള്ള കാലത്തോളം എനിക്ക് എവിടേക്കും പോകാൻ സാധിക്കില്ല. പോയി വരുന്നിടത്തേക്കേ പോകാൻ പറ്റുള്ളൂ. അല്ലാണ്ട് 2-3 ദിവസത്തെ യാത്രയ്ക്കൊന്നും എനിക്ക് പോകാൻ പറ്റില്ല. കാരണം എന്ത് വിശ്വസിച്ച് ഞാൻ പോകും? ആരുടെ കയ്യിലാക്കും? ആക്കി അവർക്കും ഉപദ്രവമാണ്. ആ ഒരവസ്ഥയിലാണ്. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്തില്ലെങ്കിൽ ഇന്നും വീഡിയോ ചെയ്യാൻ എനിക്ക് പറ്റില്ല. കാരണം വീട്ടിലേക്ക് കയറിയ ഇന്ന് രാത്രി വരെ ചെയ്യാനുള്ള ജോലി എനിക്ക് ഇവിടെയുണ്ട്. അതൊക്കെ ചെയ്യണം. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ അമ്മയുടെ അവസ്ഥ. മക്കളെ, നിങ്ങൾക്ക് ഇതുപോലെയുള്ള അമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക നന്നായിട്ട് കേട്ടോ. നമ്മുടെ സന്തോഷങ്ങൾ നീക്കി വയ്ക്കാതെ പറ്റുള്ളൂ. നമ്മുടെ സന്തോഷത്തിന് വേണ്ടി അവരെ ഉപദ്രവിക്കരുത്. അവർക്ക് കഞ്ഞും വെള്ളം കൊടുക്കാതെ ഇടരുത് ആരും. നമ്മളെ പെറ്റ മാതാവിനെയും പിതാവിനെയും നമ്മൾ പരിചരിക്കുന്നതാണ് ഈശ്വര കടാക്ഷം. ആ കടാക്ഷം ഉണ്ടെങ്കിൽ നമ്മൾ ദേവീനെ പൂജിക്കേണ്ട, ദൈവങ്ങളെ ആരാധിക്കേണ്ട, ക്ഷേത്രത്തിൽ പോകണ്ട. അവരെ പരിചരിച്ചാൽ മാത്രം മതി. 330 ദൈവങ്ങളും നമ്മുടെ അടുത്തേക്ക് എത്തും. അതറിയുന്നവർക്ക് അറിയൂ, അറിയാത്തവർക്ക് ചൊറിയാം, അത്രയേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് മക്കളെ, നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നോക്കുക, പരിചരിക്കുക, സ്നേഹിക്കുക. ഇത്രമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നതെങ്കിൽ ആ ബെല്ല് ബട്ടനും അതിൻ്റെ അടുത്ത് കാണാൻ ചുവന്ന ബട്ടൺ അമർത്തിയാൽ മാത്രമേ എന്നെപ്പോലെയുള്ള ആളെ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. എന്നിലുള്ള അറിവ് നിങ്ങൾക്ക് നേടാൻ കഴിയും. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. പുതിയ വീഡിയോയിൽ കാണാം. അതുപോലെ എല്ലാവരും സന്തോഷമായിരിക്കും.